നമസ്കാരം, ന്യൂസ് 7 TV വാർത്തയിലേക്ക് സ്വാഗതം. പാലക്കാട്, തൃശൂർ, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന പുഴങ്കര കുടുംബാംഗങ്ങളുടെ സംഗമം ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഗോകുലം കല്യാണ മണ്ഡപത്തിൽ നടന്നു. നന്ദകുമാർ പുഴങ്കരയുടെ അധ്യക്ഷതയിൽ ചേർന്ന കുടുംബസംഗമം പ്രശസ്ത ന്യൂറോ സർജൻ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി അഡ്വക്കേറ്റ് ഗിരീഷ് കുമാർ സ്വാഗതവും അഡ്വക്കേറ്റ് പ്രശാന്ത് നന്ദിയും പറഞ്ഞു. ചേലാമറ്റം ക്ഷേത്രം ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് ഡോക്ടർ വേലായുധൻ നായർ ആശംസകൾ അർപ്പിച്ചു. ട്രഷറർ PS വേണുഗോപാൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ കണക്ക് അവതരിപ്പിച്ചു. ചടങ്ങിൽ മികച്ച അക്കാദമിക വിജയികൾക്ക് പുരസ്കാരവും മുതിർന്ന അംഗങ്ങളെ ആദരിക്കുകയും ചെയ്തു. തുടർന്ന് കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. തളർന്ന പേഷ്യൻ്റ് ബോധം കെട്ട് ഇതിനൊരു ചികിത്സയുള്ള അത് ഓപ്പറേഷൻ ചെയ്ത ആ ക്ലോട്ട് എടുത്ത് മാറ്റുക എന്നുള്ളതാണ്. അതാണ് ഇതിന് ചെയ്യുന്നത്. അപ്പം ഇത് തല തുറക്കുന്ന ഒരു വിദ്യയാണ് കാണിക്കുന്നത്. ഇത് സ്കാൽപ്പ് കട്ട് ചെയ്ത് മുകളിലേക്ക് മാറ്റി, പിന്നെ സ്കൾ ബോൺ നമ്മൾ ഒരുതരം ഈ ഇങ്ങനെ വലിച്ചിരിക്കുന്ന വാളുണ്ട്. പണ്ട് കാലത്ത് അതായിരുന്നു. ഇപ്പോൾ ഇലക്ട്രിക് സോയൊക്കെ കിട്ടും. ബോൺ ക്ലാപ്പ് എടുത്ത് പൊക്കി, ഇതാ ഡ്യൂറ മാറ്റർ എന്ന് പറയുന്ന ഒരു കവറിങ് ആണ് ബ്രെയിനിൻ്റെ. അത് മുറിച്ച് കഴിയുമ്പോൾ അതാണ് ബ്ലഡ് ക്ലോട്ട്. ഈ ക്ലോട്ട് മുഴുവൻ എടുത്ത് കളയണം. ക്ലോട്ട് മുഴുവൻ എടുത്ത് കളയുമ്പോൾ ഈ ബ്രെയിൻ, പിന്നെ അത് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ അത് പേഷ്യൻ്റ് റിക്കവർ ചെയ്യുന്നു. ഇതിനൊരു സമയപരിധിയുണ്ട്. ഇത് ഒരുപാട് വൈകിക്കഴിഞ്ഞാൽ നമുക്കത് ചെയ്യുന്ന പ്രയോജനം കിട്ടില്ല. പേഷ്യൻ്റ് മരിച്ചു പോകും. പിന്നെ അടുത്ത വേറൊരു കേസ്, ഇവനെന്താ കുഴപ്പമെന്ന് വെച്ചാൽ, ഇവൻ്റെ കുഴപ്പം നമ്മുടെ തല, കുട്ടികൾ വലുതാവുമ്പോൾ തല സ്കളിങ്ങനെ എക്സ്പാൻഡ് ചെയ്യണം, എന്നാലേ ബ്രെയിൻ എക്സ്പാൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ ഈ തലയിലെഴുത്തെന്ന് പറയുന്ന ആര് കണ്ടിട്ടുണ്ടല്ലോ. അത് ഫ്യൂസ് ചെയ്യുന്നത് കുറച്ച് പ്രായം കഴിഞ്ഞിട്ട് ഫ്യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഈ കുട്ടികളിൽ നേരത്തെ ഫ്യൂസ് ചെയ്യുമ്പോൾ തല വലുതാവില്ല. തല വലുതാവാതെ വരുമ്പോൾ ബ്രെയിൻ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല. തലയ്ക്കകത്ത് പ്രഷർ കൂടും. ഈ മുഖം തന്നെ, മുഖത്തിൻ്റെ താഴെയുള്ള ഭാഗം വളരും, മുകളിലെ ഭാഗം വളരില്ല. അപ്പോൾ നമ്മളിത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അത് വളരാൻ വേണ്ടിയിട്ട് ഈ സൂച്ചേഴ്സ് കട്ട് ചെയ്ത് നമ്മൾ അകത്തി വെച്ച് കൊടുക്കണം. അതാണ് ഇത്. ഇവിടെ നിന്ന് ഇങ്ങനെ മൊത്തം പൊക്കിയിരിക്കുകയാണ് ഈ സ്കാൽപ്പ്. തലയുടെ മേലെയുള്ള ഒരു ടിഷ്യൂ അതിങ്ങനെ മാറ്റി വെച്ച് ഇത് ഡിസെക്ഷൻ ഇങ്ങനെ പ്രൊസീഡ് ചെയ്ത്, കണ്ണാണ് ഇവിടെ. ആ സ്കൾ മുഴുവൻ എടുത്തു. ഈ ഭാഗം ഇങ്ങനെ കണ്ണട മാതിരിയുള്ളൊരു ഭാഗം എടുത്ത് മാറ്റി. ഇതാണ് ആ ഭാഗം. ഇതിവിടെ ഈ ഭാഗമാണ്. അടുത്ത പരിപാടി ഇതാണ്. ഇവിടെ സ്കളിൽ കട്ട് ചെയ്ത് നമ്മളിവിടെ ഗ്യാപ്പ് കൊടുക്കുക. ഇപ്പം ഇത്രയും ഇവിടെ ഗ്യാപ്പ്, ഇവിടെ ഗ്യാപ്പ്. ഇപ്പം നമുക്ക് ഈ സ്കളിന് വളരാനായിട്ട് ബ്രെയിൻ എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും. അതാണ് ഇതിനൊക്കെ സ്ക്രേനിയോ സ്റ്റെനോസിസ് എന്ന് പറയും ഈ കണ്ടീഷൻ.